നമ്മൾക്ക് ഈസി വേ നമ്മളെ ഈസി വേ തെറ്റിച്ചുകൊണ്ട് പോകും. എന്നാൽ അതേപോലെ നോഹയുടെ നഗ്നത കണ്ടു. എന്തുകൊണ്ട് നഗ്നത കണ്ടു? അപ്പം മറ്റേ 2 സഹോദരന്മാർ അവർ എന്തെടുത്തു, തുണിയുമായിട്ട് ബാക്ക് തിരിഞ്ഞ് നടന്നു. അപ്പോൾ അവർക്കെന്തോ നഗ്നത കണ്ടുകൂടായിരുന്നു. സോ റോങ്, ഈസി ആയിട്ടുള്ള വേയിലെടുത്ത് റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് നമ്മുടെ വചനം 7 times പ്യൂരിഫൈ ചെയ്ത് നമുക്ക് തന്നായിരുന്നു. നമ്മളത് ഡയല്യൂട്ട് ചെയ്യരുത്, നമ്മളത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യില്ലേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സയൻസ് കൊണ്ട് നമ്മൾ ജനസിസ് അല്ല ഉൽപ്പത്തിക്കകത്തെ കുറേ ഭാഗങ്ങൾ ഭൂമി ഉണ്ടായത് ഇതാണ്. സയൻസ് കൊണ്ട് ദി ബൈബിൾ ഇറ്റ് സെൽഫ് ഇസ് റൈറ്റ്. നമ്മളുടെ കോൺസെപ്റ്റാണ്, നമ്മൾ പലതും ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോപ്പർനിക്കസ് കണ്ടുപിടിച്ചപ്പം സൂര്യനാണ് നടക്കുക, ഭൂമിയാണ് കറങ്ങുന്നത്. അതിന് മുമ്പ് വരെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ് നടക്കുക, സൂര്യനാണ് കറങ്ങുന്നത്. അതേപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ, അതേപോലെ ഫിലോസഫി കൂടെ അന്ധവിശ്വാസത്തിൽ നിന്ന് ഫിലോസഫി, അപ്പോൾ അതേപോലെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ, ഇതേപോലെയുള്ള ടെക്സ്റ്റുകൾ ഇതുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആ ഒറിജിനൽ ട്രാൻസ്ലേഷൻ അല്ലെ ഒറിജിനൽ ഇതിന് കൊടുക്കാതെ നമ്മൾ ആ റോങ് ആയിട്ട് നമുക്കെപ്പോഴും ഈസി വേ അല്ലെ സംതിങ് ന്യൂ വേണം, അല്ലെങ്കിൽ സംതിങ് ഇത് വേണം. അതേപോലത്തെ മനസ്സിലായ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എസെക്കിയേലിനകത്ത് റോഷ് എന്ന് പറഞ്ഞ വാക്ക്, അതിൻ്റെ മറ്റ് ട്രാൻസ്ലേഷൻ നോക്കാതെ നമ്മൾ ആ റോഷ് റഷ്യയാന്ന് അങ്ങ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ അങ്ങ് പറയുക. അതേപോലെ തന്നെ ആ സെയിം കോൺസെപ്റ്റ് തന്നെ ഇതിൻ്റെ അകത്ത്. ഏതാ ശരി ഏതാ തെറ്റ് എന്നറിയാം. നമ്മൾ ഒരാളൊരു ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അതെടുത്ത് ഓക്കെ ദാറ്റ്സ് ഈസി കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതേപോലുള്ള ഇതുണ്ട്. ഇത് ദൈവത്തിൻ്റെ മക്കളും മനുഷ്യരുടെ മക്കളും തമ്മിൽ, മനുഷ്യരുടെ സ്ത്രീകളും തമ്മിൽ മിങ്കിൾ ചെയ്ത് ഉണ്ടായതാണ് ഇതെന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് എഡുമൈലേഷൻ്റെ അകത്തും അപ്സും ഇതും തമ്മിൽ അവർ മിങ്കിൾ ചെയ്ത് കുറേ ദൈവങ്ങളുണ്ടായി. മനസ്സിലായി? അതേപോലെ വേറെ ഒരു ഇതുണ്ട്, രാജാക്കന്മാർ, അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ മക്കൾ, മറ്റേ മക്കൾ എന്തോ സേത്തിൻ്റെ ലൈനിലുള്ള രാജാക്കന്മാരുടെ മക്കൾ ഇത് മറ്റുള്ള മനുഷ്യരുടെ മക്കളുമായിട്ട് ഇതുണ്ടായിരുന്നു. വേറൊരു കോൺസെപ്റ്റുണ്ട്. മനസ്സിലായി? 3 കോൺസെപ്റ്റാണ് അതിനെപ്പറ്റി പറയുന്നത്. ഒന്ന് ഫോളൻ ഏഞ്ചൽസ്, ഒന്ന് രാജാക്കന്മാർ ഇത് ഉള്ളത്, പിന്നെ ഉള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തിൻ്റെ ലൈനും ഇതും. ഇപ്പം ഏഞ്ചൽസുമായിട്ടുള്ള ഏഞ്ചൽസും ഫോളൻ ഏഞ്ചൽസും ഇതുമായിട്ടുള്ള ബൈബിളിൽ വേറെ ഭാഗത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതേപോലെ പിന്നെ രാജാക്കന്മാരായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കാണിക്കണ്ടായോ? അതും കാണിച്ചിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞത് യൂദയുടെ ലേഖനത്തിനകത്ത് പറയുന്നത് 2 ലൈനുകൾ തമ്മിൽ, ദൈവത്തിൻ്റെ ഹോളി ലെയിനും അൺഹോളി ലെയിനും 2 ലൈൻ, കഴിഞ്ഞ കൂടെ വേറെ ഒരു ഇത് പോകുന്നു, ജനനം പോകുന്നു, ഇത് പോകുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേങ്കിൽ നമ്മളത് ശരിക്കും ഇതേപോലുള്ള പഠിച്ചില്ലെങ്കിൽ റോങ് ഇൻ്റർപ്രിട്ടേഷന് വരും, റോങ് സ്റ്റോറി. അപ്പോൾ ഇതേപോലുള്ള ഇത്രയും സ്റ്റോറികളും ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ വായിച്ച് നോക്കുമ്പം ഏതാ തെറ്റ് ഏതാ ശരി, അതേപോലെ അത് ഒരു ഭാഗത്തോടെ സ്റ്റോറികൾ ഒരു ഭാഗത്തോടെ, മറ്റൊരു ഭാഗത്തോടാണ് ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം. 2 ക്രിയേഷൻ ഉണ്ടെന്നോ പറയുന്നത്. സിമ്പിളി 2 ക്രിയേഷൻ ഉള്ളതിനെക്കാട്ടി അല്ലേ അത് 2 ചുരുളുകൾ ഒരുമിച്ച് വെച്ചൊന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അതിന് 2 ക്രിയേഷൻ ഉണ്ടെന്ന്, 2 ദൈവം ഉണ്ടെന്ന്. അത് അങ്ങനത്തെ രീതി ചിന്തിക്കാതെ എന്തുകൊണ്ട് ഈ രീതി ചിന്തിച്ചുകൂടാ? മനസ്സിലായി? കാരണം മറ്റേ ഒരു കോൺസെപ്റ്റിന് ഇതില്ല, ബാക്കപ്പ് ഇല്ല. പക്ഷെ നമ്മളുടെ ഇതിന് ഇഷ്ടംപോലെ ബാക്കപ്പ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി റോങ് ടീച്ചിങ്സ് വരുന്നുണ്ട്. ഇതാണ് ജനസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ ഒരു
കമൻട്രി എടുത്ത് വായിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മറ്റേ അത് ആരെഴുതിയെന്നും ആശ എന്തുവിന് എഴുതിയെന്നും എങ്ങനെ എഴുതിയെന്നും പർപ്പസ് എന്തുവാണെന്നും ഒക്കെയുള്ള ഇത് ഉണ്ടെങ്കിലും ഇതേപോലുള്ള സ്റ്റോറി കിട്ടുന്നത് ബാക്ക്ഗ്രൗണ്ട് കമൻട്രിയിൽ നിന്ന്. അതും ഫുള്ള് എല്ലാം കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഒത്തിരി ദേവദാസന്മാർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ജോൺ വാൾട്ടൺ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ക്രൈഗ് കീനർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും ഇത് പറയാൻ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിക്കകത്തൂടെ, അതേപോലെ വിക്ടർ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ദേവദാസൻ, കെന്നത്ത് മാത്യു, വിക്ടർ ഹാമിൽട്ടൺ, പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഇവരില്ല ഇതിൻ്റെ കമൻട്രിക്കകത്ത് എല്ലാത്തിൻ്റെ അകത്തും നമുക്ക് വേണ്ട. പക്ഷേ ഇതേപോലുള്ള സ്റ്റോറി നാഗമാതി അവർ എനുമൈലേഷൻ ഒരു ബ്രീഫായിട്ട് അങ്ങ് പറഞ്ഞു, ഒറ്റ വാക്കി പറഞ്ഞു. പക്ഷേ ഇതേപോലുള്ള ഡീറ്റെയിൽസ് നമ്മളെടുത്ത് നോക്കുമ്പോഴാണ് ദൈവമേ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചത്. അതേപോലെ ദൈവത്തിൻ്റെ മക്കൾ ആരാ, ബെനി എലോഹിം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉടനെ ദൂതന്മാരാണെന്ന് ചിന്തിക്കുക. ഈ ബൈബിളിൽ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ മക്കളെന്ന് ദൂതന്മാരെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് പിന്നെ അടുത്ത നേരെ വരുന്ന യോബിൻ്റെ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത് എന്തുകൊണ്ട് മനുഷ്യരെ ആക്കിക്കൂടെ, എന്തിനാ ദൂതന്മാരാക്കുന്നത്? ദൈവത്തിൻ്റെ മക്കൾ മോർണിംഗ് സ്റ്റാർ പാട്ട് പാടിയപ്പം ദൈവത്തിൻ്റെ മക്കൾ എല്ലാം കൂടെ വന്നു, ദൈവത്തിൻ്റെ മക്കളെല്ലാം വന്നു. അതെന്തുകൊണ്ട് നമ്മൾ എവറി ഞായറാഴ്ച ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധി പോകുന്നു, ദൈവത്തിൻ്റെ സന്നിധി പാട്ട് പാടാം? അതേ ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാ? ഇങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒത്തിരിയും കഥകൾ, ഒത്തിരിയും റോങ് രീതി. ഈ കോൺസെപ്റ്റ് എല്ലാം കൂടാണ് നമ്മുടെ എസ്ര കടന്നുപോയത്. അപ്പോൾ എസ്ര പറഞ്ഞു, നോ ദിസ് ഇസ് നാറ്റ്, ഞങ്ങളുടെ ദൈവം ഇങ്ങനത്തെ ദൈവമല്ല. ഞങ്ങളുടെ ദൈവം ഇങ്ങനെ ജീവനുള്ള ദൈവം, സ്നേഹത്തിൻ്റെ ദൈവം. അത് കാണിക്കേണ്ടതിന് വേണ്ടിയാണ് നമുക്ക് ഈ സ്ക്രോളെല്ലാം കൂടെ എടുത്തു വന്ന് പഠിപ്പിക്കുകയും വായിക്കുകയും അത് കഴിഞ്ഞ് നെഹമ്യായിക്കൂടെ മറ്റുള്ള എല്ലാം നമുക്ക് തരികയും ചെയ്തത്. പക്ഷേ നമ്മളത് വായിച്ചിട്ട് ആ ഒരു മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഓൺ വേയിൽ ചിന്താഗതി നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് എല്ലാം പിന്നെയും ബാക്ക് ടു ഇതാക്കും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സൂക്ഷിച്ച് വായിക്കുക. വചനം, ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് എ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. ഭയഭക്തി ബഹുമാനത്തോടെ ജ്ഞാനം, ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം അറിയുന്നത്, ലൗകിക ജ്ഞാനമല്ല, മറ്റുള്ള ജ്ഞാനമല്ല, ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം അറിഞ്ഞ് ഇത് സിമ്പിളി ഇതുകൊണ്ടാണ് എടുത്തു വെച്ച്. ഇപ്പം നമ്മളൊരു ഒറിജിനൽ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുറേ കോപ്പികളെല്ലാം ഒരുമിച്ച് വെച്ചല്ലേ നമ്മൾ ഒരു ഇതുണ്ടാക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഇപ്പം ഒരു ആക്സിഡൻറ്റിനെ പറ്റി അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 പേരെ എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ആക്സിഡൻ്റ് യഥാർത്ഥ സ്റ്റോറി ഒന്നും. അപ്പം അങ്ങനത്തെ രീതി കാണുമോ? അങ്ങനത്തെ രീതി കണ്ട് ഇത് വേറെ 2 ദൈവം ഉണ്ടെന്നും അല്ലെങ്കിൽ 2 ക്രിയേഷൻ ഉണ്ടെന്നും ആദ്യത്തെ ക്രിയേഷൻ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നല്ല വേ ചിന്തിക്കുക. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി തരാൻ വേണ്ടിയായിരുന്നു ഇത്. കാരണം ഇനി നമ്മൾ 1 മുതൽ അങ്ങോട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒത്തിരി ഭാഗത്ത് റോങ് ഇൻ്റർപ്രിട്ടേഷനും റോങ് ഇതും വന്നിട്ടുണ്ട്. ഇതേപോലുള്ള സ്റ്റോറികൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുണ്ട് പ്യുവർ വചനത്തിൽ. പക്ഷേ അതിന് നമ്മൾ ഇടം കൊടുക്കരുത്, അത്ര മാത്രമേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ബ്രീഫ് ഇൻ്റർപ്രിട്ടേഷൻ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ട്, മറ്റേ ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് നമ്മുടെ ബൈബിൾ സ്റ്റഡി കൂടെയും നമ്മുടെ സൺഡേ സ്കൂളിൽ കൂടെയും അല്ലെങ്കിൽ കമൻട്രിക്കകത്തൂടെയും നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുള്ള എങ്ങനെ ആരെഴുതിയെന്നും എന്തോ എഴുതിയെന്നും എങ്ങനെയാണുള്ളതെന്നൊക്കെ ഉള്ളത്. അപ്പം ഇത് ഞാൻ ഇന്നവരെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞു കാണുമായിരിക്കും, ഞാൻ ചിലപ്പോൾ അവിടെ കാണത്തില്ല, എന്നായിരിക്കും കേട്ട് കാണത്തില്ല, അറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇത് ബുക്കും ഇതേപോലുള്ള ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്കത് തോന്നി, അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾവേസ് തിങ്ക് വചനം 7 times പ്യൂരിഫൈ ചെയ്ത് നമുക്ക് വേണ്ടി യഥാർത്ഥ രീതിയിൽ
നടക്കുവാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളത് വായിക്കുക, പഠിക്കുക. ഞാൻ ദൈവത്തോടുള്ള യഥാർത്ഥ ഫിയർ ഓഫ് ബഹുമാനത്തോടും ഈ ദൈവത്തെ നമ്മൾ വായിക്കുന്നില്ല. നമ്മൾ എങ്ങനെ ദൈവത്തെ ബഹുമാനിക്കുന്നു അതേപോലെ വചനത്തെ ബഹുമാനിച്ച് ആ രീതിയിൽ നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ത്രൂ ദ ഹോളി സ്പിരിറ്റ് നമുക്കെല്ലാം വെളിവാക്കി തരും. തെറ്റും ശരിയും ഏതൊക്കെയാണ് ഫോൾസ് എന്നുള്ളതും ഏതൊക്കെയാണ് ശരി എന്നുള്ളതും എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്ന് നമ്മളെ നേർവഴി നടത്തും. ഓക്കെ. അപ്പം ഇത് മാലിന്യങ്ങളൊന്നും ഇത് ചെയ്യരുത്. ഓൾറെഡി മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് നമുക്ക് ശുദ്ധമാക്കി തന്നതാണ്. നമ്മൾ പിന്നെയും അതിൻ്റെ അകത്തോട്ട് മാലിന്യം ചേർത്ത് പഠിപ്പിക്കരുത്. പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് നമുക്ക് ദോഷങ്ങൾ ഒത്തിരി ഉണ്ടാകും. ഓക്കെ. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണം. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സുഖസദാവേ, ഇന്നത്തെ ഈ സമയത്ത് ഈ പാൽ സമയത്ത് ചില കടന്നു വരുവാനും ദൈവമേ ഞങ്ങൾ വചനം ഷെയർ ചെയ്യാനൊക്കെ ദൈവമേ ഒത്തിരിയും റോങ് ആയിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻ, ഒത്തിരിയും സ്റ്റോറികൾ, ഒത്തിരിയും കഥകൾ ദൈവമേ ബൈബിളിൻ്റെ ഇതിലോട്ട് വന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ 7 times പ്യൂരിഫൈ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി തന്ന വചനങ്ങളാണ്. ആ വചനത്തിനകത്തോട്ട് ഞങ്ങൾ ഇനിയും ആഡ് ചെയ്യാതെ യഥാർത്ഥ തനിമയോടുകൂടി ഞങ്ങൾക്ക് വായിക്കുവാനും പഠിക്കാനും വേണ്ടതായ ബുദ്ധി, അറിവ്, ജ്ഞാനം ദൈവമേ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അച്ഛൻ്റെ പരിശുദ്ധമായ ഞങ്ങളുടെ ഹൃദയങ്ങളോടും ഞങ്ങളുടെ മൈൻഡിനോടും സംസാരിക്കണമേ. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങളെ നടത്തണമേ. നല്ല യഥാർത്ഥ ഇൻ്റർപ്രിട്ടേഷനിൽ ഞങ്ങൾക്ക് പഠിക്കുവാൻ ഇടയാക്കണമേ. ദൈവമേ കേൾക്കുന്ന ഈ ആൾക്കാരുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. അവർക്ക് റൈറ്റ് വേയിൽ മനസ്സിലാക്കാടക്കണമേ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദൈവമേ എത്രമാത്രം ശരിക്കും പറഞ്ഞു, വിക്കുകളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് ദൈവമേ. എങ്കിലും ദൈവമേ യഥാർത്ഥ കോൺസെപ്റ്റ് കേൾക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ മാഞ്ഞു പോകാൻ ഇടയാക്കരുത്. റൈറ്റ് വേയിൽ മനസ്സിലാക്കുവാടക്കണമേ. അത് കേൾക്കുന്ന ആൾക്കാരെ ഹൃദയവും ബുദ്ധിയും ഒരേപോലെ ദൈവമേ പ്രകാശിപ്പിക്കണമേ. സത്യവചനം അവർ മനസ്സിലാവുകയാക്കണമേ, ഗ്രഹിക്കുവാടാക്കണമേ. വഴുതിയിട്ട് പോവാടാക്കല്ലേ ദൈവമേ. 7 times പ്യൂരിഫൈ ചെയ്തതാണ്. ഞങ്ങൾ മാലിന്യങ്ങൾ ആടിയാടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും അതേപോലെ തന്നെ ഒറിജിനൽ തനിമയോടുകൂടി കീപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ഒരു രീതികളിലും ദൈവമേ ആഡ് ചെയ്ത് ഞങ്ങൾ തെറ്റിപ്പോയിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇത്രത്തോളം തന്നല്ലോ. എല്ലാ അച്ഛൻ്റെ നാമം മാത്രത്തിനായി തിരുവാടക്കണമേ. ഇത്രത്തോളം സഹായിച്ചല്ലോ, ഇത്രത്തോളം കാത്തത് യേശു മനസ്സാക്കണമേ. ഈശോ തന്നെ ആമേൻ.